ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കിയിരിക്കുകയാണ് അൻസിബയും നോറയും ശ്രീരേഖയും. മൂന്നുപേരും തമ്മിലുള്ള ചർച്ച ലൈവിൽ കുറച്ചു മുമ്പാണ് കഴിഞ്ഞത്. ആ ചർച്ചയിൽ എന്താണ് അവരുടെ ഗെയിം പ്ലാൻ എന്ന് മൂന്നുപേരും ചേർന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ വളരെ കൃത്യമായി തന്നെ. അതായത് ഇവരൊന്നിച്ച് ഇതുപോലെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് വന്നിരുന്ന് ദേഹത്ത് തൊടുക, അല്ലെങ്കിൽ ചെവിയിൽ കടിക്കുക, ഉമ്മ വയ്ക്കുക, ഹഗ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇത് കാണുന്ന സമയത്ത് നമുക്കത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ആ സമയത്ത് നമ്മൾ മോറൽ പോലീസിങ് നടത്തുകയാണ്. നമ്മൾ സദാചാരവാദികളാണെന്ന് പറഞ്ഞിട്ട് അവർ വിക്ടിം കാർഡ് ഇറക്കും. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, ഞങ്ങൾ അടുത്തടുത്തിരിക്കുന്നതാണോ കുറ്റം, കയ്യിൽ പിടിക്കുന്നത് ഇത്രയും വലിയ പാപമാണോ, നെറ്റിയിലൊരു ഉമ്മ തരുന്നത് ഇത്ര വലിയ തെറ്റാണോ, ഞങ്ങളുടെ സൗഹൃദത്തിനെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ കാണുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞും എഴുകും. അതായത് അവര് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മളത് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് കണ്ടന്റ് ആയല്ലോ. അപ്പോൾ ഈ കണ്ടന്റുകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഇതിനെ വിക്ടിം കാർഡായിട്ട് എടുത്തങ്ങ് ഉപയോഗിക്കും. നമ്മളൊക്കെ സദാചാര അമ്മാവന്മാരും അമ്മായിമാരും ആകും. ഇതാണ് ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ച് നോറയും അൻസിബയും ശ്രീരേഖയും കൂടെ സംസാരിക്കുന്നത്. മൂന്ന് പേരും വളരെ കൃത്യമായിട്ട് ഇവരുടെ ഗെയിമിനെ അവിടെ അനലൈസ് ചെയ്യുന്നത് ലൈവിൽ കാണാൻ പറ്റും. അൻസിബ കൃത്യമായി പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു പാർക്കിൽ പോവാണ്. പാർക്കിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചു നേരം ഒന്ന് ഫാമിലി ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അരോചകം ഉണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. പേഴ്സണൽ ലൈഫിനെ പേഴ്സണലായിട്ട് തന്നെ വെക്കണം. ഹസ്ബൻഡും വൈഫും പോലും ഒരു പബ്ലിക് പ്ലേസിൽ ബിഹേവ് ചെയ്യുന്ന ഒരു മര്യാദയുണ്ട്. അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഓരോരുത്തും ഓരോ സംസ്കാരമല്ലേ. നമ്മളിവിടെ ഭാര്യയും ഭർത്താവും പോലും പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ നിന്നാൽ വളരെയധികം ഇന്റിമസി കാണിക്കാറില്ല. അതൊരു മാന്യതയാണ്. നമ്മൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഇവർ പലപ്പോഴും അങ്ങനെയല്ല. അപ്പൊ ശ്രീരേഖ പറയുന്നുണ്ട്, നമ്മളെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവർ ഓരോന്ന് കാട്ടിക്കൂട്ടും. അത് കാണുമ്പോൾ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ അവര് വിക്ടിം കാർഡ് ഇറക്കും. അവർക്ക് കണ്ടന്റ് ഉണ്ടാവും. അതാണ് അവര് കൊണ്ടുപോകുന്ന സ്ട്രാറ്റജി എന്ന് കൃത്യമായി പറയുന്നു. ഇതെന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലേസ് പോലെയാണ്. ഇവിടെ ഇത്രയും ക്യാമറകളുണ്ട്. ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പൊ അവരുടെ ബെഡ്റൂമിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആരും അന്വേഷിക്കാൻ പോവില്ല. അവരുടെ വീട്ടിലാണ് അവര് കളിക്കുകയോ ചിരിക്കുകയോ കടിക്കുകയോ എന്ത് വേണേലും ആയിക്കോട്ടെ, ആരും ചോദിക്കാൻ പോവില്ല. പക്ഷേ അവർ ഇത്രയും ക്യാമറകളുള്ള പബ്ലിക്കായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന പ്രവർത്തികൾ സ്വാഭാവികമായി ആളുകൾ ചോദ്യം ചെയ്യും. അപ്പോൾ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നും ഈ മൂവർ സംഘം ചർച്ചയിൽ പറയുന്നുണ്ട്. അവരുടെ പോയിന്റ്സ് ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് പോയിന്റ്സ് ആണ്. ഇവരുടെ ഗെയിമിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളും ഏറെക്കുറെ ശരിയുമാണ്. അവരത് വിചാരിച്ചിട്ടുണ്ടോ ഇല്ലയോ. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന അതാണ്. ആരെങ്കിലും വന്നിട്ട് ഇവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ വിക്ടിം കാർഡ് ഇറക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടിയല്ലേ വന്നത്, എടാ എനിക്ക് ആരും ഇല്ലേടാ പുറത്ത്, എല്ലാവരും പോയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി വിക്ടിം കാർഡാണ് അത് വിക്ടിം കാർഡാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. അൻസിബ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ വരുന്നത് ആരും ചെറിയ പിള്ളേരൊന്നുമല്ല. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. 23, 26 വയസ്സൊക്കെ പ്രായമുള്ളവരാണ് ഇവിടെ ഉള്ളത്. ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് വന്നവരാണ് ഇവർ ഓരോരുത്തരും. അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അറിഞ്ഞു വെച്ചോണ്ട് അവർ ഓരോന്നും ചെയ്തിട്ട് ആരെങ്കിലും അത് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ ഒരു വിക്ടിം കാർഡായിട്ട് യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് അൻസിബ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. സായി വന്ന് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനു മുമ്പ് ഒന്നും അറിയാത്തതുപോലെയുള്ള റിയാക്ഷനാണ് ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജാസ്മിന്റെ വാപ്പയടക്കം വിളിച്ചു പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. എന്നിട്ടും അവരത് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് സായി വന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അതേപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ റെസ്മിനെ വിളിച്ചുകൊണ്ട് ആ ഒരു പുറത്തെ ക്യാമറകളുടെ മുന്നിൽ പോയി നിന്നിട്ട് കാണിച്ചെന്താണ്, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, എന്തിനാണ് എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ കഷ്ടപ്പെടാൻ വന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കിനി ആരും ഇല്ലേടാ എന്ന് ചോദിച്ചിട്ട് ഒരു വിക്ടിം കാർഡ് തന്നെയാണ് അവിടെ ജാസ്മിനെ ഇറക്കിയത്. ആക്ച്വലി അതെന്തായാലും സത്യം തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് അൻസിബയ്ക്കും ഇപ്പോൾ നോറയ്ക്കും ശ്രീരേഖയ്ക്കും മനസ്സിലായിരിക്കുകയാണ്. വീട്ടുകാർ ഇവരുടെ ഗെയിം സ്ട്രാറ്റജിയെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അത് പൊളിക്കാനുള്ള മറുതന്ത്രങ്ങൾ ഇവർ മെനയുമോ, അതിനവർക്ക് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.